ഹായ് ഗൈസ്, ഞാൻ ഇന്നൊരു യാത്ര പോവാണ്. യാത്ര പോകുന്നത് എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ ഇല്ലിക്കക്കല്ലിലോട്ടാണ് കേട്ടോ പോകുന്നത്. ഇല്ലിക്കക്കല്ലിലോട്ട് എല്ലാവരും തന്നെ പോകുന്നത് ഇല്ലിക്കക്കല്ലിൻ്റെ ഫ്രണ്ട് സൈഡിലോട്ടാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഇല്ലിക്കക്കല്ലിൻ്റെ ബാക്ക് സൈഡിലോട്ടാണ് കേട്ടോ. കാരണം ഇച്ചിരി നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ അതിൻ്റെ പുറകുവശത്തൊക്കെ കയറിയാലേ കൂടുതലും കിട്ടുള്ളൂ. കൂടുതലും നല്ല വ്യൂവും വിഷ്വൽസൊക്കെ കിട്ടുന്ന അവിടെയാണല്ലോ. അപ്പോൾ ഞാൻ നേരെ ഇനി അങ്ങോട്ട് പോകാണ് കേട്ടോ. ബൈക്കിനാണ് പോകുന്നത്. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട്. അവനാ വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ ഞാൻ പോകുന്ന വഴിയിലുള്ള വിഷ്വൽസ് എല്ലാം ഷൂട്ട് ചെയ്ത് എല്ലാം കണ്ട് എൻജോയ് ചെയ്ത് അങ്ങനെ മുമ്പോട്ട് നീങ്ങുകയാണ് കേട്ടോ. അപ്പോൾ കുറേ ദൂരത്തെ യാത്രയുണ്ട്. കുറേ ദൂരത്തെ യാത്ര ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ ലൊക്കേഷനിലോട്ട് എത്താൻ പറ്റുള്ളൂ. പക്ഷെ ആ പോകുന്ന നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. നല്ലൊരു ഫീൽ ഗുഡായിട്ടുള്ളൊരു മൂമെൻറ്റ് തന്നെയാണ് ആ പോകുന്നത്. ഒന്നുമില്ല, ഈ പോകുന്ന വഴിക്കുള്ള വിഷ്വൽസ് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഹാപ്പിനെസ്സാണ് അനുഭവപ്പെടുന്നത്. പിന്നെ വേറൊരു ട്വിസ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ നട്ടുച്ചയാണ് വെയിലത്താണ് ഇനി കയറാൻ പോകുന്നത്. അത് ഏത് സ്ഥലത്ത് പോയാലും അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഇല്ലിക്കക്കല്ലിൻ്റെ ബാക്ക് സൈഡ് ഞാനിപ്പോൾ എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ബാക്ക് സൈഡിൽ വന്നപ്പോഴത്തേനും കണ്ട കാഴ്ചയാണ് ഒരു ബൈക്കിൻ്റെ ഒരു റാലി എന്ന് പറയുന്നത് പോലെ തന്നെ ഫുള്ള് പാർക്കിംഗ് ചെയ്ത് വെച്ചേക്കുന്ന സ്ഥലമാണ് കേട്ടോ. കാരണം ഇവിടെ അതിന് മാത്രം ആൾക്കാരിപ്പോൾ കയറുന്നുണ്ട്. അതാണ് ചുരുക്കം പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അതിൻ്റെ ഒരു ഫ്രണ്ട് വശമാണിത്. അവിടെ നിന്ന് കിട്ടുന്ന വ്യൂ ആണിത്. നല്ലൊരു ഇതാണ്, ക്ലൗഡ് ബട്ടും ഉണ്ട്, എല്ലാം ഉണ്ട്. നല്ലൊരു കിടിലൻ വിഷ്വൽസാണ് കേട്ടോ ഉള്ളത്. ഇനി നേരെ അതിൻ്റെ ടോപ്പിൽ കാണണം. ടോപ്പിൽ കാണണമെങ്കിൽ അത് നിസ്സാരമല്ല. കുറഞ്ഞതൊരു 1-2 മണിക്കൂറെങ്കിലും നമ്മൾ കണ്ടിന്യൂസ് നടന്നെങ്കിൽ മാത്രമേ കയറുള്ളൂ. ഞാൻ പറഞ്ഞില്ല, സമയം കറക്റ്റ് നട്ടുച്ചയാണ്. പക്ഷെ ഉച്ചയ്ക്ക് കയറുന്നത് നല്ലൊരു വൈബാണ് കേട്ടോ. പിന്നെന്താണ്, ഈ പോകുന്ന വഴിക്കാണെങ്കിൽ നല്ല കടകളൊക്കെ ഉണ്ട്. അവിടുന്ന് നമുക്ക് വെള്ളം, ഐസ്ക്രീം അങ്ങനെയൊക്കെയുള്ള ഫുഡ് ഐറ്റംസ് എല്ലാം തന്നെ കിട്ടും. പിന്നെ നേരെ ഒരു വെള്ളമൊക്കെ മേടിച്ചിട്ട് നേരെ കയറാനുള്ള പരിപാടിയുണ്ട് കേട്ടോ. ഇങ്ങോട്ട് കയറും തോറും ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത്രയും നല്ലൊരു അടിപൊളി വിഷ്വൽസുള്ള സ്പോട്ട് തന്നെയാണ്. അതുകൊണ്ട് എല്ലാവരും തന്നെ ഇവിടെ തന്നെയാണ് കേട്ടോ കൂടുതലും ചൂസ് ചെയ്യുന്നത്. ഇതെല്ലാം വണ്ടികളിലും ഉണ്ട്, കടകളിലും ഉണ്ട്. അങ്ങനെ എല്ലാം കച്ചവടമൊക്കെ ആയിട്ട് ഇങ്ങനെ ആൾക്കാർ ഇരിക്കുന്നതാണ് കേട്ടോ. ഇതുകൊണ്ട് ഒരു തട്ടുകട വരെയുണ്ട്. ഇത് വലിയൊരു മലയുടെ ടോപ്പാന്ന് ഓർക്കണം. ടോപ്പിൻ്റെ വശത്തുള്ളതാണ് ഈ തട്ടുകട തൊട്ടെല്ലാം. ഇതിൻ്റെ അകത്ത് ഇവിടെ പല പല വെറൈറ്റീസാണ് കേട്ടോ. കുഞ്ഞു പിള്ളേർക്ക് കളിക്കാനുള്ള ഐറ്റംസ് വരെ ഉണ്ട്. ഇപ്പോൾ കാറ്റാടിയുണ്ട്, ഈ കൊമളയൊക്കെ പോകുന്ന സാധനമുണ്ട്. അങ്ങനെയെല്ലാം തന്നെയുണ്ട് കേട്ടോ. അത് പല പല ജില്ല എന്നുള്ള ആൾക്കാരൊക്കെയാണ് വരുന്നത്. അത് പല പ്രദേശത്തു നിന്ന്, വയനാട്, തമിഴ്നാട് അങ്ങനെയൊക്കെയുള്ള ഒത്തിരി സ്ഥലങ്ങളിൽ നിന്നുള്ളതാണ് കേട്ടോ. പിന്നെ ഞങ്ങളിനി ഒരു നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചിട്ട് നേരെ മേളിലോട്ട് കയറാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇനി നേരെ നാരങ്ങ വെള്ളമൊക്കെ അടിച്ച് ഇനി നേരെ മേളിലോട്ട് പോകണം കേട്ടോ. ഇതാണ് അതിൻ്റെ ഫ്രണ്ട് വശം. പിന്നെ ഇവിടെ നിന്നാണ് ഇനി കയറി പോകേണ്ടത്. ഇവിടുന്ന് കയറിപ്പോക്ക് അത്ര ചെറിയ പരിപാടിയല്ല, അത്യാവശ്യം നല്ല ടാസ്ക്കുള്ള പരിപാടിയാണ്. അതേപോലെ പോകണം. അതിൻ്റെ ഇച്ചിരി മേളിൽ കയറ്റി തന്നെ എടുക്കുന്ന വിഷ്വൽസാണ് കേട്ടോ. പിന്നെ നേരെ മേളിലോട്ട് പോവാണ്. ഫുള്ള് ഇങ്ങനത്തെ റൂട്ടാണ്. അപ്പോൾ സൂക്ഷിച്ച് വേണം പോകാൻ. സൂക്ഷിച്ച് നല്ലൊരു സേഫ്റ്റിയോട് കൂടി വേണം പോകാൻ. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇത് അതേപോലത്തെ ഒരു റൂട്ടാണ്. ഫുള്ള് പൊടിമണലും ഉരുളങ്കല്ലും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മുടെ സേഫ്റ്റി നമ്മൾ നോക്കി അങ്ങനത്തെ ഒരു രീതിക്ക് മാത്രമേ നമ്മൾ മുമ്പോട്ട് പോകുള്ളൂ. അങ്ങനെ പോയില്ലെന്നുണ്ടെങ്കിൽ അതോ നമുക്ക് തന്നെ അതിൻ്റെ ഒരു പണി വരും. അപ്പം നല്ല വെയിലൊക്കെ അടിച്ച് ഇങ്ങനെ പോവുകയാണ് കേട്ടോ. ആ പോക്ക് വല്ലാത്തൊരു എക്സ്പീരിയൻസാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത് നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. കാരണം വെയിലായതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും തന്നെ മടിയായിരിക്കും. എത്ര നട്ടുച്ചയ്ക്ക് കയറാൻ വല്ല പ്രാന്തമുണ്ടോ അങ്ങനെയൊക്കെ തന്നെ ആൾക്കാർ കൂടുതലും ചോദിക്കും. പക്ഷെ ഒന്ന് കയറി നോക്കും. കയറി അതിൻ്റെ ടോപ്പിൽ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫീല് അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. നമ്മൾ അത്രയും ഒരു കഷ്ടപ്പെട്ടതിൻ്റെ എഫേർട്ട് ഉണ്ടല്ലോ. ആ എഫേർട്ട് ഇട്ടതിൻ്റെ ഫലം നമുക്ക് ആ മേളിൽ ചെല്ലുമ്പോഴത്തേനും നല്ല അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ തന്നെ ഓർക്കും, ഇത്രയും കയറിയിട്ട് നമുക്ക് എത്ര നിരാശപ്പെട്ടില്ലല്ലോ, നല്ല സന്തോഷമാണല്ലോ. അങ്ങനത്തെ ഒരു സ്പോട്ട് കിട്ടും കേട്ടോ. അത്ര മനോഹരമായിട്ടുള്ളൊരു സ്പോട്ട് തന്നെയാണ്. പിന്നെ ഇങ്ങനെ കയറുവാണ്. ഇതുണ്ടോ വഴിയൊക്കെ കിടക്കുന്നുണ്ട്. എങ്ങനെയാണ് ഫുള്ള് ടാസ്ക്കാണ് കേട്ടോ കയറാൻ. പിന്നെ ഈ ടാസ്കെല്ലാം മുഖേന തരണം ചെയ്തിട്ട് വേണം മുമ്പോട്ട് കയറി പോകാനായിട്ട്. അപ്പോൾ കയറുന്ന വഴി ഇതാണ്. ഇവിടെ നിന്നാണ് കേട്ടോ ഞങ്ങൾ കയറി വന്നത്. ഈ റോഡ് കണ്ടോ, ഈ റോട്ടിൽ നിന്ന് കയറി വന്നതാണ്. ഇപ്പം ടോപ്പൊന്നും ആയിട്ടില്ല. ഒരു ചുരുക്കം പറഞ്ഞ ഒരു കാൽഭാഗമായതേ ഉള്ളൂ. ഇനിയും കിടക്കുവാണ്. ഒന്നും ആയിട്ടില്ല. ഇനിയും കയറണം ഒത്തിരി. അത് ഫുള്ള് ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇവിടെ ഉണങ്ങിക്കിടക്കുവാണല്ലോ ഫുള്ള്. അതുകൊണ്ട് തീയൊക്കെ കത്തിച്ചിട്ടുന്നത് ആണ് കൂടുതലായിട്ടും. ഇതുകൊണ്ട് ഈ കാണുന്ന എല്ലാ ആൾക്കാരാണെങ്കിൽ അങ്ങോട്ട് കയറിയിട്ട് ഇത് തിരിച്ചിറങ്ങുന്നവരാണ് കേട്ടോ.
ഇവർക്കൊക്കെ ഇറങ്ങാനായിട്ട് ഭയങ്കര കഷ്ടപ്പാടാണ്. കാരണം ഇവർ വേറെ ജില്ലയിൽ നിന്നൊക്കെ വന്ന ആൾക്കാരാണ് കൂടുതലും ഉള്ളത്. ഇവർക്കങ്ങനെ ഈ മല കയറി അങ്ങനെ വലിയ എക്സ്പീരിയൻസോ അങ്ങനെ ഇതൊന്നുമില്ല. താഴോട്ട് പിന്നെ അത്യാവശ്യം കുറച്ചിറക്കമാണ്, ഫുള്ള് വെള്ളം കലൊക്കെയാണ്. സൂക്ഷിച്ചില്ലെങ്കിൽ തെന്നുകയും ചെയ്യും, വീഴുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് എല്ലാവരും ഇരുന്നും നിരങ്ങി ഒക്കെയാണ് ഇറങ്ങുന്നത്. കാണാൻ നല്ല രസമുണ്ട്. പക്ഷേ അവരുടെ കഷ്ടപ്പാട് അവർക്കെല്ലാം അറിയത്തുള്ളൂ, കയറുന്നതും ഇറങ്ങുന്നതല്ല. നമുക്ക് പുറമേ കാണുമ്പോൾ നല്ല രസമുണ്ട്, നല്ല കോമഡിയാണ് ഇറങ്ങി പോകുന്നത് കാണാനും കയറുന്നതെല്ലാം കാണാനും. പക്ഷേ അതെല്ലാം കണ്ടു. പിന്നെ നേരെ ഞങ്ങൾ മുകളിലോട്ട് തന്നെ ഇനി കയറുകയാണ് കേട്ടോ. കുറച്ച് ദൂരം പോയെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ടോപ്പിൽ ചെല്ലാനായിട്ട് പറ്റുള്ളൂ. അതേപോലത്തെ ഒരു എഫേർട്ട് വേണം കേട്ടോ. അത് കയറി ചെയ്യുമ്പോഴുള്ള വിഷ്വൽസാണ്. ഇവിടെ ഫുള്ള് പച്ചപ്പാട്ട് തന്നെയാണ്. ഫുള്ളിപ്പം വെയിലായതുകൊണ്ട് തന്നെ നല്ല എല്ലാവരും തന്നെ തീയിട്ട് ഫുള്ള് എല്ലാം കത്തിച്ച് വെച്ചേക്കാണ്. കാരണം അങ്ങനെ തീയിടുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഇപ്പം ഒരു 5-6 പേര് കൂടി ഇങ്ങനെ കയറുന്ന ടൈമിലായിരിക്കും എന്തെങ്കിലും ആരെങ്കിലും തീയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാട്ടുതീയോ അങ്ങനെ എന്തെങ്കിലും വരുവാണെങ്കിൽ നമ്മളെ മേളിൽ പോയിട്ട് പെട്ടുപോകും. പിന്നെ നമുക്ക് രക്ഷപ്പെടാൻ ഒരു ചാൻസും ഇല്ല. ആ തീക്കകത്ത് വെന്തൊരുകാന്ന് മാത്രമല്ല ഓപ്ഷനുള്ളൂ. അതുകൊണ്ട് നേരെ എല്ലാം തരണം ചെയ്ത് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. പിന്നെ നമ്മളും പരമാവധി സേഫ്റ്റിയൊക്കെ വെച്ച് വേണം പോകാനായിട്ട്. ചുമ്മാ ഒരു അന്നേരത്തെ തോന്നലിന് കയറാതെ അവിടുത്തെ സിറ്റുവേഷനൊക്കെ അറിഞ്ഞിട്ട് വേണം ഒന്ന് ചൂസ് ചെയ്തൊന്ന് പോകാനായിട്ട് കേട്ടോ. അപ്പം അതിൻ്റെ ഒരു ഏകദേശം മേൽവശമാകാറായി. ആ മേൽവശത്ത് കയറിയപ്പോഴത്തേനും കിട്ടുന്ന വ്യൂ ആണ് കേട്ടോ ഇത്. ഈ വ്യൂവിൻ്റെ അകത്ത് കാണുമ്പോൾ തന്നെ അറിയാം എത്ര ഭംഗിയാണെന്നുള്ളത്. നല്ല രസമാണ് കേട്ടോ. മലയുടെ മേളിലൊക്കെ ഇങ്ങനെ നല്ല മേഘമൊക്കെ ആയിട്ട് നിൽക്കുന്നത് കാണാനും എല്ലാം നല്ലൊരു വിഷ്വൽസാണ്. ഇവിടെ നല്ല ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ നല്ലൊരു കിടിലൻ എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. നമ്മുടെയൊക്കെ ഫോട്ടോ എടുക്കാനാണെങ്കിൽ തന്നെ നല്ലൊരു ഇതാണ്, ആംബിയൻസാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഞങ്ങൾ 2 പേര് മാത്രമല്ല കേട്ടോ, ഒരു എന്താ പറയുക, ഒരു ഗ്യാങ് പോലെയാണ്. ഇവിടെ ഫുള്ള് ആളാണ്. കാരണം ഞങ്ങൾ ആ നട്ടുച്ചയ്ക്കാണ് കയറിയത്. നട്ടുച്ചയ്ക്ക് അങ്ങനെ സത്യം പറഞ്ഞാൽ കയറുമ്പോൾ തൊട്ട് ആൾ ഇല്ലെന്നല്ലേ നമ്മൾ പ്രതീക്ഷിക്കുള്ളൂ. ഞാൻ വെയിലത്തിൽ കയറുന്ന ആൾക്കാരുടെ ഒരു കാഴ്ച കാണും കേട്ടോ. ഇതുകൊണ്ട് ഇവിടുന്ന് കിട്ടുന്നത് ഫുള്ള് ഇവിടെ എല്ലാം കത്തിച്ച് വെച്ചേക്കുവാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന മലയൊക്കെ നല്ല പച്ചപ്പായിട്ട് നിൽക്കുകയാണ്. നല്ലൊരു കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയില്ലേ കാണാനായിട്ട്. അങ്ങനെ തന്നെ എല്ലാം കണ്ടിങ്ങി മുമ്പോട്ട് തന്നെ പോകണം കേട്ടോ. ഇവിടെ നിന്ന് സത്യം പറഞ്ഞാൽ ആ വെയിലാണെങ്കിലും ഇവിടെ കയറി കഴിയുമ്പോഴത്തേനും നല്ലൊരു ഇതുണ്ട്. ഇടയ്ക്ക് നല്ല തണുത്ത കാറ്റടിക്കുമ്പോഴത്തേനും നമുക്ക് നല്ലൊരു റിലാക്സാണ്. ഒരു ചെറിയൊരു കാറ്റ് വീശുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു എനർജി നമുക്ക് കിട്ടുവാണ് കേട്ടോ. അത്ര ഒരു മനോഹരമായിട്ടുള്ള വിഷ്വൽസും എല്ലാം ഉണ്ട് കേട്ടോ. ഇവിടെ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്താൽ നല്ലൊരു എന്താ പറയുന്നത്, നല്ലൊരു സെറ്റാണ്. ഒരു വൈറലാവത്തില്ലേ, ആ രീതിക്ക് തന്നെ ആവുകയും ചെയ്യും. കാരണം അത്യാവശ്യം ഡേഞ്ചറായിട്ടുള്ള സ്ഥലമാണ്, സൂക്ഷിച്ചൊക്കെ അല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് പിന്നെ വലിയ വിഷയമൊന്നുമില്ല. പിന്നെ എല്ലാ ആൾക്കാരെല്ലാം തന്നെ കയറുന്നതുമാണ്. റെസിസ്റ്റഡ് ആയിട്ടുള്ള ഏരിയ അങ്ങനത്തെ ഒന്നുമല്ലല്ലോ, അതുകൊണ്ട് പിന്നെ വിഷയമൊന്നുമില്ല. അപ്പോൾ ഇനിയും കുറേയും കൂടെ കയറണം. ഇനിയും കയറിയാൽ മാത്രമേ നമുക്കവിടെ ടോപ്പിൽ ചെല്ലാൻ പറ്റുള്ളൂ. ഇതൊന്നൊന്നുമല്ല, ഇനിയും ഉണ്ട് കുറേ ടാസ്കുകൾ. ഇനിയിപ്പോൾ കുറച്ചും കൂടെ ദൂരം പോയി കഴിയുമ്പോഴത്തേനും ഇവിടുന്ന് ശകലം മേളവശത്താൻ തോന്നുന്നു കേട്ടോ. പാറ വഴിയാണെങ്കിൽ ഇങ്ങനെ കമ്പിയൊക്കെ അടിച്ച് നാട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ കമ്പിയെ പിടിച്ച് വേണം കയറി പോകാനായിട്ട്. അതും നല്ല സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട് കേട്ടോ. പിന്നെ ഇവിടെ നല്ലൊരു പാറയൊക്കെ ഉണ്ട്. പിന്നെ അടിയിൽ പോയി ഒന്ന് റെസ്റ്റ് എടുക്കാൻ നല്ല സുഖമാണ്. നല്ല തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് കുറേ നേരം അവിടെ നിന്ന് റെസ്റ്റൊക്കെ ചെയ്തിട്ടൊക്കെയാണ് പോകുന്നത്. പിന്നെ ഇവിടുന്ന് നേരെ ഇനി മേളിലോട്ട് കയറണം കേട്ടോ. ഇനി ഇതിലേ വേണം ഇനി പോകാനായിട്ട്. ഇനി ഈ കാണുന്ന റോഡ് നമുക്കൊന്ന് താഴോട്ടും കൂടെ ഒന്ന് ഇറങ്ങി നോക്കണം. അവിടുത്തെ വിഷ്വൽസും കൂടെ ഒന്ന് നോക്കണമല്ലോ എങ്ങനെ ഉണ്ടെന്നുള്ളത്. പിന്നെ നേരെ താഴോട്ട് പോകുന്നത്. താഴോട്ട് പോകുന്നതിന് മുമ്പ് അതിൻ്റെ മേളിൽ കയറിയപ്പോഴത്തേനും വേറൊരു വിഷ്വൽസ് കൂടെ കിട്ടി കേട്ടോ. അപ്പോൾ വേറൊരു സൈഡാണിത്. ആ സൈഡിൽ കയറിയപ്പോഴത്തേനും അത്യാവശ്യം കുഴപ്പമില്ലാത്ത വേറെ വിഷ്വൽസ് കിട്ടി. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പല സൈഡുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഓരോരോ സൈഡ് നോക്കി ഇങ്ങനെ കയറിപ്പോകാനാണ്. ഇവിടുന്ന് കിട്ടിയപ്പോഴത്തേനും കയറിയപ്പോൾ അത്യാവശ്യം നല്ല വിഷ്വൽസാണ്. ഈ കാണുന്നതാണ് കേട്ടോ അതിൻ്റെ ഫ്രണ്ട് വശമാണ്. ഫ്രണ്ട് വശത്ത് നിറച്ച ആൾക്കാരുണ്ട്. അതായത് ഇല്ലിക്കലിൻ്റെ ഫ്രണ്ട് വശമാണ് ആ കാണുന്നത്. ഞാനിപ്പോൾ സൂം ചെയ്ത് കാണിച്ചല്ലോ. അതാണ് അവിടെ ഫുൾ ആൾക്കാർ കയറി നിൽക്കുന്നതാണ് കേട്ടോ. അതാണ് ഇല്ലിക്കലിൻ്റെ ടോപ്പ് സൈഡ് എന്ന് പറയുന്നത്. ഇനി ഇവിടുത്തെ നിന്ന് നല്ല വിഷ്വൽസ് ഉണ്ട്. ഇവിടുന്ന് എല്ലാം കണ്ടിങ്ങനെ ആസ്വദിച്ച് എല്ലാം കഴിഞ്ഞ് പോകാണ് കേട്ടോ. ഇവിടെ ചെറിയൊരു കുരിശ് പോലെയൊക്കെ നാട്ടി വെച്ചിട്ടുണ്ട്. അത് ഇതുണ്ടോ, കുരിശ് തന്നെയാണ്. അത് കുരിശുമലയല്ല, പക്ഷേ എന്താ അങ്ങനെ നാട്ടിയേക്കുന്നതെന്ന് അറിയത്തില്ല. വേറെ കുരിശ് അങ്ങനെയൊന്നും കണ്ടൊന്നുമില്ല കേട്ടോ. ഒറ്റൊന്നും ഇവിടെ ഉള്ളൂ. പിന്നെ നേരെ ഇവിടെ നിന്ന് ഞാൻ താഴോട്ട് ഇറങ്ങാൻ പോകുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ മെയിൻ സ്പോട്ട്. ഇതുവഴി ഇന്ന് നേരെ കുറേ താഴോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ കയറാൻ പറ്റുള്ളൂ. ഏറ്റവും ടോപ്പിലാണ് നമ്മുടെ മറ്റേ നരക പാലം എന്ന് പറഞ്ഞൊരു
സംഭവം കേട്ടോ. അതുകൊണ്ട് ഈ റോട്ടി പോകുന്നവർക്ക് ഫുള്ള് കുറ്റിയൊക്കെയാണ്, സൂക്ഷിച്ച് പോകണം. സൂക്ഷിച്ച് പോയില്ലെങ്കിൽ പണി പോകും. കുറ്റിയിലൊക്കെ കയറി നിന്നാൽ തീർന്നൊന്നും കിട്ടിയാൽ മതി. അതുകൊണ്ട് അതെല്ലാം കഴിഞ്ഞ് നേരെ പോവുകയാണ് കേട്ടോ. ഇതിൻ്റെ ടോപ്പിൽ കയറുകയാണ്. ഇവിടെ നരകപാലം എന്ന് പറയുന്നതുണ്ട്. അത് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ലൊക്കേഷനാണ്. പക്ഷെ അങ്ങോട്ട് ഇറങ്ങാനൊന്നും നിൽക്കുന്നില്ല. ഇറങ്ങിച്ചെന്ന് പറഞ്ഞാൽ റിസ്ക്കാണ്. കാരണം ഒന്ന് കാല് തന്നിട്ടുണ്ടെങ്കിൽ വലിയ എന്ത് പറയുന്നത് കൊക്കയാണ്. തെന്നിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആൾ തീർന്നെന്ന് കൂട്ടിയാൽ മതി. പിന്നെ ആളെ ജീവനോടെ കിട്ടത്തൊന്നുമില്ല. അതുകൊണ്ട് അങ്ങനത്തെ റിസ്ക് പിടിച്ച പരിപാടിക്കൊന്നും നമ്മൾ ഇറങ്ങുന്നില്ല. എല്ലാം കയറുന്നു, ഷൂട്ട് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അപ്പം ഇനി ഇതിൻ്റെ മേളിലോട്ട് പോകണം കേട്ടോ. ഇത് ചെറിയൊരു സൈഡാണ് കേട്ടോ. ഈ സൈഡ് വരെ പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് തന്നെ ഈ വീഡിയോക്കകത്ത് കാണാം താഴോട്ട് ഭയങ്കര പൊക്കയൊക്കെയാണ്. അപ്പോൾ സൂക്ഷിച്ച് ഫുൾ സേഫ്റ്റിയോടെ വേണം എവിടെ പോയാലും കയറാനും സൂക്ഷിച്ച് നടത്താനൊക്കെ കിട്ടും. ഇപ്പോൾ 2 സൈഡിലത്തെ മിഷീൻസാണിത്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് നേരെ മേളിലോട്ട് പോകണം കേട്ടോ. വേറെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഞങ്ങൾ ഇനി നേരെ മേളിലോട്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്ന മിഷീൻസാണ്. ഇവിടെ കയറുമ്പോൾ കിട്ടുന്ന ഒരു ഫീല്, അമ്മാതിരി ഫീലാണ്. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. പിന്നെയും നേരെ ഇങ്ങനെ എല്ലാം പോവാണ്. നട്ടു ഉച്ചയാണ്. ഇത് കറക്റ്റ് ഇല്ലിക്കലിൻ്റെ ആ ടോപ്പ് വെച്ചിലാണ്. അവിടെ നിറച്ച ആളാണ്. പക്ഷെ അവിടെ ഞാൻ ഇതിനു മുമ്പ് കയറിയിട്ടൊന്നുമില്ല. ആൾക്കാർ പറഞ്ഞത് എങ്ങനെയാണ്, ഇതാണ് കേട്ടോ നരകപാലം എന്ന് പറയുന്നത്.